നമസ്കാരം. തിരുവനന്തപുരത്തെ നടുക്കി വീണ്ടും ഗുണ്ടാ കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വെട്ടിക്കൊന്നു. വട്ടപ്പാറ കുറ്റിയാണി സ്വദേശി വെട്ടുകത്തി ജോയി എന്ന ജോയിയാണ് കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ മൂന്നംഗ സംഘമാണ് ജോയിയെ വെട്ടിയത്. ഇരു കാലുകളും വെട്ടേറ്റ് തൂങ്ങിയ നിലയിൽ ജോയിയെ ശ്രീകാര്യം പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കാപ്പ കേസിൽ ജയിലിലായിരുന്ന ജോയി ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്. ഇന്നലെ രാത്രി 9 പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു സംഭവം. പൗടിക്കോണം വിഷ്ണുനഗറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ജോയി. കൂലിക്ക് ഓടിക്കുന്ന ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാറിലെത്തിയ സംഘം ഓട്ടോറിക്ഷ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. വട്ടപ്പാറ, പോത്തൻകോട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ ക്രിമിനൽ ലിസ്റ്റിൽ ജോയിയുണ്ട്. ചെറിയ പ്രകോപനമോ ദേഷ്യമോ വന്നാൽ പോലും എതിരെ നിൽക്കുന്ന ആളിന് നേരെ വെട്ടുകത്തി വീശുന്നതിനാലാണ് വെട്ടുകത്തി ജോയി എന്ന പേര് വീണത്. അടുത്തിടെ അയിരൂർ പാറയിൽ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളെ കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ശേഷമാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ശ്രീകാര്യം പോലീസാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിൽ ഓട്ടോയും തകർന്നു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം തുടങ്ങി. മുൻവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെയും അവർ സഞ്ചരിച്ച കാറും തിരിച്ചറിഞ്ഞതായിട്ടാണ് സൂചന. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ജോയി.